നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, മോശം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മൾ അതിനെ നന്മകൾ സംഭവിക്കുന്നു എന്ന് പറയും, ചിലപ്പോൾ തിന്മ സംഭവിക്കുന്നു എന്ന് പറയും. യൂഷ്വലി നമ്മൾ നന്മ വരുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? നല്ലൊരു ജോലി കിട്ടിയാൽ നമുക്കൊരു നന്മയായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ബിസിനസ്സിൽ നല്ലൊരു ലാഭം കിട്ടിയാൽ നമ്മളത് നന്മ പറയാറുണ്ട്. നമ്മുടെ കുഞ്ഞിനൊരു നല്ല വിജയം കിട്ടിയാൽ, നല്ലൊരു കല്യാണം നടന്നാൽ നമുക്കൊരു നന്മയാണെന്ന് പറയാറുണ്ട്. ഒരു പുതിയ വീട് വെക്കുമ്പോൾ അതൊരു നന്മയാണെന്ന് പറയാറുണ്ട്. വിചാരിക്കാതെ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ അതൊരു നന്മയാണെന്ന് പറയാറുണ്ട്. ആരോഗ്യം കിട്ടുമ്പോൾ നമ്മൾ നന്മയാണെന്ന് പറയാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ നന്മ കാണാറുണ്ട്. നമുക്കെല്ലാവർക്കും നന്മ ഇഷ്ടവുമാണ്. അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചില തിന്മകളും സംഭവിക്കാറുണ്ട്. എപ്പോഴാണ് നമ്മൾ തിന്മ എന്ന് പറയുന്നത്? അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ബന്ധങ്ങളിൽ ഉലച്ചിൽ വരുമ്പം, നമ്മുടെ കുഞ്ഞിന് വേണ്ട ഒരു മാർക്ക് കിട്ടാതിരിക്കുമ്പം, അല്ലെങ്കിൽ ഒരു ജോലി നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരിക്കുമ്പം, അല്ലെങ്കിൽ കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുമ്പം, ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പം, കുടുംബ ബന്ധം ഉലയുമ്പോൾ ഒക്കെ നമ്മളതിനെ തിന്മയായിട്ടും പറയാറുണ്ട്. ഓക്കെ, ഇനി അതിലും കൂടിയ തിന്മകൾ നമ്മൾ പറയുന്നത് എന്താ? പ്രിയപ്പെട്ടവരുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണം സംഭവിച്ചാൽ, ട്രാജഡികൾ അല്ലെ, ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു യുദ്ധം നടക്കുന്നത് അതൊരു തിന്മയായിട്ട് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അങ്ങനെ പല രീതിയിൽ നമ്മളിതിനെ കാണാറുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും തന്നെ നന്മകൾ വേണമെന്നാണ് ആഗ്രഹം, അല്ലേ? പക്ഷേ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്, മോശം കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. അതിൻ്റെ കാരണം, വി ലീവ് ഇൻ എ ബ്രോക്കൺ വേൾഡ്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പം ദൈവം അതിനെ നോക്കിയിട്ട് പറഞ്ഞു, നല്ലത്, ഏറ്റവും നല്ലതെന്നാണ് പറഞ്ഞു. ഇറ്റ് വാസ് ഗുഡ്. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയെ, അതിനെ ബ്രോക്കൺ വേൾഡ്, അതിൽ ഈ ഭൂമിയിൽ പാപം കടന്നു വന്നു. പാപത്തിൻ്റെ ഫലമായി ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ അസൂയ കടന്നു വന്നു, കുറ്റപ്പെടുത്തലുകൾ കടന്നു വന്നു, കൊലപാതകം കടന്നു വന്നു, മോഷണം കടന്നു വന്നു, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള കാര്യങ്ങൾ, ഇവിടെ ദുരന്തങ്ങളുണ്ടായി. സോ ഇത് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകാറുമുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം ഇതാണ്. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28. റോമർ 8:28 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. And we know that in all things God works for the good of those who love him, who have been called according to his purpose. ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇതാണ്: All things work together for good. സകലവും നന്മയ്ക്കായി. ഒന്ന് പറഞ്ഞേ, സകലവും നന്മയ്ക്കായി. ഓൾ തിങ്സ്, എല്ലാ കാര്യങ്ങളും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാറുണ്ട്, മോശം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്, അല്ലേ? അപ്പം എല്ലാം നല്ലതാണോ? ക്വസ്റ്റ്യൻ മാർക്ക് വരും, അല്ലേ? എങ്ങനെയാണ് നമ്മളൊരു മോശം കാര്യത്തെ നല്ലതായിട്ട് കാണുന്നത്? ദുരന്തത്തെ എങ്ങനെയാണ് നല്ലതായിട്ട് കാണുന്നത്? നമ്മൾ ഇന്നൊരു ക്രിസ്തു ശിഷ്യൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നും, ഒരു ക്രിസ്തുവിനെ, ഇവിടെ പറയുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്ന് പറയുകയാണ്. ഓക്കെ, സകലതും നിങ്ങളുടെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു, നന്മയ്ക്കായിട്ട് ആയിരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്കിന്ന് ചിന്തിച്ച് നോക്കാമേ. അതിനു മുമ്പ് ആദ്യം തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. ഈവിൾ ഈസ് ഈവിൾ. മോശം കാര്യങ്ങൾ മോശം തന്നെയാണ്. ഉദാഹരണത്തിന്, ഒരാളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിക്കുന്ന, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോകുന്നത്, പെട്ടെന്ന് മരിച്ചു പോകുന്നത്, അതിനെ നമുക്ക് നല്ല കാര്യങ്ങളെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഒരിക്കലും അല്ല. ഈവിൾ ഈവിളാണ്. ജീവിതത്തിൽ വഞ്ചിക്കപ്പെടുന്നത് ഈവിൾ അല്ലേ? അബ്യൂസ്ഡ് ആവുന്നത് അത് ഈവിൾ അല്ലേ? ഈവിൾ ഈവിൾ തന്നെയായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ
പല കാര്യങ്ങളും മോശമായിട്ട് ഈവിളായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. നമുക്ക് ദുഃഖം വരുത്തുന്ന, വേദനകൾ വരുത്തുന്ന കാര്യങ്ങൾ. അത് പല റീസൺസ് കൊണ്ട് സംഭവിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ തന്നെ എടുത്ത ചില തീരുമാനങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം. ഉദാഹരണത്തിന് ഞാൻ ചിന്തിക്കുകയാണ്, ഒരു അഡിക്റ്റീവായിട്ടുള്ള സബ്സ്റ്റൻസ് ഞാൻ യൂസ് ചെയ്യാൻ, ഡ്രഗ്സ് ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അത് ഉപയോഗിച്ച് അതിൽ കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ എടുത്ത ഒരു തീരുമാനമാണ് അല്ലേ. ചിലപ്പോൾ മറ്റുള്ളവരെടുത്ത തീരുമാനങ്ങൾ കാരണം നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് ചിലപ്പം പേരൻസ് എടുത്ത ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുള്ളവരുണ്ട്. സഹോദരങ്ങൾ ഉപദ്രവിച്ചത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർ, റിലേറ്റീവ്സ് കാരണം, അസൂയുള്ള ഒരു ബന്ധു ഉപദ്രവിച്ചതിൻ്റെ പേരിൽ വേദനയ്ക്ക് കടന്നു പോകുന്നവർ. ഇനിയും ഇതൊന്നുമല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം പാൻഡമിക് വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാം അഫക്റ്റഡ് ആയി അല്ലേ. അത് നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല. ഒരു യുദ്ധം വന്നാൽ അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അതുകൊണ്ടും ഈവിൾ വരാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ വാക്യത്തിലേക്ക് വീണ്ടും നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കാം. ആ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒന്ന് പറഞ്ഞേ, സകലവും നന്മയ്ക്കായി, സകലവും നന്മയ്ക്കായി. അപ്പം ഞാൻ പറഞ്ഞു, ഈവിളാണ്, കഷ്ടതകൾ തന്നെയാണ്. ഓക്കെ, അത് കഷ്ടതയെന്നല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ. കണ്ണുനീരിനെ കണ്ണുനീരെന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതാണ് അതിൻ്റെ വാസ്തവം. എന്നാൽ ഇതേ വാക്യം പറയുന്നതിന് മുമ്പ് തന്നെ അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായത്തിൽ കഷ്ടതകൾ ജീവിതത്തിൻ്റെ ഒരു റിയാലിറ്റിയാണ് കേട്ടോ. ഒരിക്കലും ചിന്തിക്കരുത് നമ്മളൊരു ക്രിസ്തു വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തിൽ ഉണ്ടാകാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:17-18, നമ്മൾ 28-ാം വാക്യം വായിച്ച് 17-18 കഷ്ടതകളെക്കുറിച്ച് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ആ ചാപ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക, അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ വായിച്ചു നോക്കുക. നാം മക്കളെങ്കിലോ എന്താകുന്നെന്ന് പറയുന്നത്? അവകാശികൾ. ഓക്കെ, അപ്പം നമുക്ക് ഭയങ്കര സന്തോഷവും, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് എല്ലാ അവകാശവും നമുക്കുള്ള. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് ബാക്കി വായിക്കാവേ. ദൈവത്തിൻ്റെ അവകാശികളും, എൻ്റെ കൂടെ വായിക്കുക, ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നമുക്ക് ദൈവത്തിൻ്റെ ഒരു അവകാശം കിട്ടിയിട്ടുണ്ട് മക്കളായതുകൊണ്ട്. അടുത്തത് വായിക്കാം. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഈ പർട്ടിക്കുലർ വേഴ്സിൽ ഇവിടെ അവകാശം എന്ന് പറയുന്നത് ക്രിസ്തു കഷ്ടം സഹിച്ചല്ലേ, അതുപോലെ കഷ്ടം സഹിക്കാനുള്ള ഒരു അവകാശവും കൂടെ നമുക്ക് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. നമ്മിൽ പക്ഷെ പൗലോസ് അപ്പോസ്തലൻ കഷ്ടതകളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതനെ കാണുന്ന ഒരു രീതിയെ നമുക്കിവിടെ വായിച്ചു നോക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഓക്കെ, അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളിൽ കൂടെ പോയല്ലേ. പക്ഷെ വെളിപ്പെടാനുള്ളൊരു തേജസ് വിചാരിക്കുമ്പോൾ സാരമില്ല, ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയാനുള്ളൊരു ക്രിസ്ത്യൻ മെച്യൂരിറ്റിയിലോട്ട് അദ്ദേഹം വളർന്നു. ഓക്കെ, നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ച് ചിന്തിച്ച് നോക്കാം. ആ വാക്യം എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇതൊരു പ്രോമിസ് അല്ലെ, ദൈവം തരുന്നൊരു വാഗ്ദത്വമാണ്. ഇന്ന് നമ്മൾ ഈ വാഗ്ദത്വത്തെക്കുറിച്ചുള്ള 3 കാര്യങ്ങൾ ചിന്തിക്കാൻ പോവാം. ഒന്നാമതായിട്ട്, ദിസ് ഇസ് എ ഡിവൈൻ പ്രോമിസ്. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നന്മയിലേക്ക് ദൈവം കൊണ്ടുവരുമെന്നുള്ളത്, അത് ഇറ്റ്സ് എ ഡിവൈൻ പ്രോമിസ്. അതൊരു ദൈവം നൽകുന്ന ഒരു വാഗ്ദത്തമാണ് അല്ലേ. നമ്മൾക്ക് ആരാ തന്നെന്നുള്ളത് അല്ലേ. ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ പേരൻസിൻ്റെ കൈ പിടിക്കുമ്പോഴുണ്ടല്ലോ അതിനൊരു വിശ്വാസമുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് ഏറ്റവും നല്ലതേ നൽകുകയുള്ളെന്ന്. ആ ഒരു ഫെയ്ത്ത് വേണം. എനിക്ക് ഈ വാഗ്ദത്തം നൽകിയേക്കുന്നത് ആരാ? എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും സകലതും എൻ്റെ നന്മയ്ക്കായിട്ട് ദൈവം കൂടി വ്യാപരിപ്പിക്കുമെന്നുള്ളത് ഒരു ആര് നൽകിയ വാഗ്ദത്തം? അത്
ദൈവം നൽകിയ വാഗ്ദത്ത. യെശയ്യാവ് 64:4 ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്: നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവനു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഈ ദൈവത്തെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. നമ്മളോട് വാക്ക് പറഞ്ഞത് ആരാണെന്നുള്ളതാ. വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല, അനുതപിപ്പാൻ മനുഷ്യപുത്രനുമല്ല. കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിവർത്തിക്കും. ഇറ്റ്സ് എ ഡിവൈൻ പ്രോമിസ്. നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. എൻ്റെ ദൈവമാ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, പക്ഷേ ഇത് ദൈവം നന്മയ്ക്കായിട്ട് മാറ്റുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. രണ്ടാമത്തേത്, ദിസ് ഈസ് എ റോക്ക് സോളിഡ് പ്രോമിസ്. പാറ പോലെ ഉറച്ചൊരു വാഗ്ദത്വമാണ്. നിങ്ങൾക്ക് അല്ലേ, പാറ എന്ന് പറയുന്നത് ഉറപ്പിൻ്റെ പ്രതീകമാണ്. ദിസ് ഈസ് എ റോക്ക് സോളിഡ്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം അല്ലേ. പാറയാണെങ്കിൽ നമുക്ക് നല്ല ഉറപ്പ് തോന്നും. ഇത് ദൈവം തരുന്ന വാഗ്ദത്തിൻ്റെ അവസാനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: എന്ന് നാം അറിയുന്നു. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം. ഒന്ന്, ദൈവമാണിത് സംസാരിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, ദൈവമക്കളുടെ അനുഭവങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ വേദപുസ്തകത്തിൽ കൂടെ നമ്മൾ ചില ക്യാരക്ടേഴ്സിനെ നമ്മളൊന്ന് ഓടിച്ചു നോക്കും. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങൾ അല്ലേ, അതെടുത്തു നോക്കുമ്പോഴത്തേക്ക് നമുക്കത് എന്ത് മോശം കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവാ, ഇതെങ്ങനെ മോശം സാഹചര്യങ്ങളെ ദൈവം നന്മയ്ക്കായിട്ട് തീർക്കുമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന എക്സാമ്പിൾ കുറച്ച് ബാലന്മാരുടെയാണ്. 605 BC നടന്ന ഒരു സംഭവം. 605 BC, ഓക്കെ, ബിഫോർ ക്രൈസ്റ്റ്, യേശു ജീവിക്കുന്നതിനും 600 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ എന്ന് പറയുന്ന ഒരു രാജ്യം, കൊച്ചു രാജ്യം, ശക്തമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു. അവിടെ ജീവിച്ചിരുന്ന കുറച്ച് രാജകുടുംബമായിട്ടൊക്കെ ബന്ധമുള്ള കുലീനന്മാരായിട്ടുള്ള കുറച്ച് ബാലന്മാരുണ്ടായിരുന്നു. അവർ നല്ല നോബിൾ ഫാമിലി എന്നുള്ളവരാണ്. നല്ല കുലീനമായിട്ടുള്ള അവിടുത്തെ ഫാമിലിയിൽ നല്ല ഇതിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഈ ബാലന്മാർക്ക് പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ബാബിലോൺ എന്നുള്ള ഒരു നെബൂഖദ്നേസർ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെതിരെ നിന്ന ഏറ്റവും വലിയൊരു ശക്തിയായിരുന്നു ഈജിപ്തും അസീറിയ എന്ന് പറയുന്ന 2 രാജ്യങ്ങൾ. അദ്ദേഹം ഇവർക്കെതിരെ യുദ്ധത്തിന് പോവുകയാണ്. ആ യുദ്ധത്തിന് പോകുമ്പോൾ ഇദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. യഹൂദ എന്ന് പറയുന്ന രാജ്യവും ഈജിപ്തിന് സപ്പോർട്ടായിട്ട് നിൽക്കുക ഇദ്ദേഹം നോട്ട് ചെയ്ത് വെച്ചിരുന്നു. 605 BC ഇദ്ദേഹം ഈജിപ്തിനെ ആക്രമിക്കാൻ, അതിന് ചരിത്രത്തിൽ ബാറ്റിൽ ഓഫ് കർക്കമേഷ് എന്നറിയപ്പെടുന്നത്, അതിൽ ഈജിപ്തിനെയും അസീരിയനെയും നെബൂഖദ്നേസർ രാജാവ് തൂത്തുവാരി നശിപ്പിച്ചു കളഞ്ഞു. ബാബിലോൺ നല്ല ശക്തിയായിട്ട് ഉയർന്ന് ഇദ്ദേഹം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം യഹൂദ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തെ അങ്ങ് വളഞ്ഞു. ഈ സമയത്തല്ല അദ്ദേഹം യെരുശലേം കത്തിക്കുന്നത്, ഞാനത് പറഞ്ഞുതരാം. ഇദ്ദേഹം യഹൂദനെ വളഞ്ഞിട്ട് രാജ്യത്തോട്ട് അങ്ങോട്ട് കയറി. അപ്പോൾ അവിടുത്തെ ഏറ്റവും മെയിൻ സ്ഥലമാണ് യെരുശലേം എന്ന് പറയുന്നത്. അവിടെ ദേവാലയമുണ്ട്. ഇദ്ദേഹം ദേവാലയത്തിലോട്ട് കയറി. യെരുശലേം ദേവാലയത്തിൻ്റെ പ്രത്യേകത, ശലോമോൻ രാജാവ് പണി കഴിപ്പിച്ച് അവിടെ ഏറ്റവും വില കൂടിയ പൊന്നും പാത്രങ്ങൾ, ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള അങ്ങനത്തെ വില കൂടിയ വസ്തുക്കളുള്ളതെല്ലാം അദ്ദേഹം എടുത്തു അവിടുന്ന്. അനങ്ങാൻ പറ്റില്ല, കാരണം ബാബിലോൺ ചക്രവർത്തിയാണ് കയറിയേക്കുന്നത്. ഇവർ രാജാവ് ഉൾപ്പെടെ എല്ലാവരും വിറച്ചു നിൽക്കുവാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്ത അടുത്ത കാര്യം, അവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുടുംബങ്ങളില്ലേ, അവിടെ നിന്നും ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള, യങ് ആയിട്ടുള്ളത്, ബുദ്ധിസാമർഥ്യമുള്ളത്, കാണാൻ ഒരു കുഴപ്പവുമില്ലാത്തത്, ബാബിലോണിൽ കൊണ്ടുപോയാൽ ഇവർക്ക് വേണ്ടി പണിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള പയ്യന്മാരെ മാത്രം അദ്ദേഹം അങ്ങോട്ട് എടുത്തു. വില കൂടിയ പാത്രങ്ങൾ, വില കൂടിയ വസ്തുക്കൾ, ഈ വില കൂടിയ യെരുശലേമിലെ ക്രീം എന്ന് പറയുന്ന അവരുടെ അടുത്ത ജനറേഷനായിരുന്നത്, അവരെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ആർക്കും അനങ്ങാൻ പറ്റുന്നില്ല. ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇവരെ പറിച്ചെടുക്കുകയാണ്. പറിച്ചെടുത്തോണ്ട് ഇദ്ദേഹം 605 BC അവിടുത്തെ രാജാവ് ഉൾപ്പെടെ ഇങ്ങനെ നിൽക്കുവാണ്. ഈ പയ്യന്മാരെ കൊണ്ടുപോകണം, ആരും അനങ്ങുന്നില്ല. ഇദ്ദേഹം ബാബിലോണിലോട്ട് ഇവരെ കൊണ്ടുപോയി രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ആരൊക്കെയായിരുന്നെന്നറിയാം പയ്യന്മാർ? നമുക്കറിയാവുന്നതാണ്. ആരായിരുന്നത്? കുറേ പേരുണ്ട്. അതിൽ നമുക്ക് മെയിനായിട്ട് അറിയാവുന്ന ആൾക്കാർ ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നേഗോ. ഇവർ കൊട്ടാരത്തിൽ വന്നു. ഇവരെ ട്രെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി.
ഒരു യൂനക്കിൻ്റെ കീഴിൽ ഇവരെ രാജകൊട്ടാരത്തിൻ്റെ വിദ്യകൾ അഭ്യസിപ്പിക്കാൻ തുടങ്ങി. അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന. ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കാനായിട്ട് പറയാണ്, ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച നമ്മൾ വിചാരിക്കും രാജകൊട്ടാരത്തിലോട്ടാണ് വന്നതെന്ന്, പക്ഷേ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമാണ് ഇവരുടെ ജീവിതത്തിൽ നടന്നേക്കുന്നത്. അവരുടെ കുടുംബത്തിൽ നിന്ന്, അവരുടെ രാജ്യത്ത് നിന്ന്, അവരുടെ സ്ഥലത്തു നിന്ന് ഈ പയ്യന്മാരെ, കുറച്ചു പേരുണ്ട്, അതിൽ നമ്മൾ 4 പേരെ ഒന്ന് എടുത്തു നോക്കി, അവരെ പറിച്ചു മാറ്റുവാണ്, ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇവരെ ആദ്യം ചെയ്ത അദ്ദേഹം എന്താണെന്നറിയാമോ? ഇവർക്കെല്ലാം പേരുകളുണ്ട്, എബ്രായ പേരുകളുണ്ടായിരുന്നു. ഓക്കെ, ദാനിയേൽ എന്ന് പറയുന്നത് ഒരു എബ്രായ പേരായിരുന്നു. ദാനിയേൽ എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യഹോവ എൻ്റെ ന്യായാധിപതി എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് മാറ്റിയിട്ട് ദാനിയേലിൻ്റെ പേര് ബേൽഷസ്സർ എന്നാക്കി. ഓക്കെ, ബേൽഷസ്സർ എന്ന് പറഞ്ഞാൽ ബാലിൻ്റെ ദാസൻ, രാജകുമാരൻ. ബാൽ എന്ന് പറയുന്ന അവർ ആരാധിക്കുന്ന ദേവന്റെ പേര് കൊടുത്തു. മനസ്സിലായോ? യഹോവയുടെ ന്യായാധിപതി എന്ന് പറയുന്ന ആ പേര് ദാനിയേൽ എന്നുള്ളത് മാറ്റി ബേൽഷസ്സർ എന്നാക്കി. മറ്റൊരു പയ്യനായിരുന്നു ഹനന്യ. ഹനന്യ എന്ന് പറഞ്ഞാൽ യഹോവ കരുണയുള്ളവൻ എന്നാണ്. ആ പേര് മാറ്റിയിട്ട് അവരുടെ ദൈവത്തിൻ്റെ ഒരു പേരായിരുന്നു, അവരുടെ ചന്ദ്രദേവന്റെ പേരായിരുന്നു അക്കു എന്ന് പറയുന്നത്. ആ പേര്, അതായത് ശദ്രക്ക് എന്ന് പേര് കൊടുത്തു. ശദ്രക്ക് എന്ന് പറയുന്ന ബാബിലോണിയൻ പേരാണ്. അതിൻ്റെ അർത്ഥം അക്കുവിൻ്റെ ദാസൻ, അക്കുവിന് വേണ്ടി പ്രവർത്തിക്കുക, അതായത് അവരുടെ ചന്ദ്രദേവന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ശദ്രക്ക് എന്ന് പേര് വരുന്നത്. ഓക്കെ, ഹനന്യാവിൻ്റെ പേര് മാറ്റി. ഓക്കെ, മിഷായേൽ. മിഷായേൽ എന്ന് പറഞ്ഞാൽ യഹോവയെ പോലെ ആരുള്ളൂ, ഹൂ ഈസ് വാട്ട് ഗോഡ് ഈസ്, ദൈവത്തെ പോലെ ആരുള്ളൂ എന്ന മിഷായേൽ. അത് മാറ്റിയിട്ട് അക്കുവിനെ പോലെ, അവരുടെ ചന്ദ്രദേവനെ പോലെ ആരുള്ളൂ എന്ന് അർത്ഥം വരുന്ന മേശക്. നമ്മളതാ പറയുന്നത്, ശദ്രക്, മേശക് അല്ലെ. മേശക് എന്ന് പറഞ്ഞാൽ അക്കുദേവനെ പോലെ ആരുള്ളൂ എന്നുള്ള പേര് മാറ്റിക്കൊടുത്തു. അസറിയ. അസറിയ എന്ന് പറയുന്നത് യഹോവ സഹായം എന്ന. ഓക്കെ, ആ പേര് മാറ്റിയിട്ടാണ് അബേദ്നഗോ. നെഗോ അവരുടെ ദേവനായിരുന്നു, അവരുടെ ദാസൻ, നെഗോയുടെ ദാസൻ എന്നർത്ഥമുള്ള അബേദ്നഗോ എന്ന് പേര് കൊടുത്തു. സോ നമ്മൾ സാധാരണ പറയുമ്പോൾ ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നഗോ. ദാനിയേലിൻ്റെ പേര് ബേൽഷസ്സർ എന്ന് മാറ്റിയിരുന്നു, പക്ഷെ ദാനിയേൽ ആ റെക്കോർഡ്സ് എഴുതുന്നതുകൊണ്ടാണ് ആ ദാനിയേൽ എന്നുള്ള പേരിൽ വരുന്നത്. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദാനിയേൽ, ഹനന്യ, മിഷായേൽ, അസറിയ എന്നുള്ള ഈ മനുഷ്യർ, ഈ പയ്യന്മാരുടെ നമ്മുടെ ഐഡൻറ്റിറ്റിയെ മാറ്റിക്കളഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു മതത്തിൽ ജീവിച്ചു വരുന്നവരുടെ പേര് മാറ്റി അവരുടെ ഇഷ്ടം പോലും ഇല്ലാതെ പേര് മാറ്റി കളയുകയാണ്. അതായത് അത്രയും ചെറിയ പ്രായത്തിൽ ഇവർക്ക് സംഭവിക്കുന്ന ആക്ച്വലി ഒരു എന്തായാലും ഇമോഷണൽ ടോർച്ചറൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ്, അവരുടെ കൾച്ചർ നഷ്ടപ്പെടുകയാണ്, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിക്കാൻ പറ്റുന്നില്ല, അവരുടെ രീതിയിൽ വസ്ത്രം ധരിക്കണം. സോ ഇവരെ ശരിക്കും ഇവരുടെ ജോലിക്ക് വേണ്ടിയുള്ള വസ്തുക്കളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി ഞാനൊന്ന് നോക്കാം, ഈ ഒരു സംഭവങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ സംഭവിച്ചത്, അതായത് ഇവരെ ഈ നാട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്നത്, ഇവരുടെ വീട്ടിൽ നിന്ന് ഈ ചെറുപ്രായത്തിൽ ഈ പയ്യന്മാരെ അകറ്റിയത്, അവരുടെ നല്ല കുടുംബങ്ങളിൽ നിന്ന് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരിക, മറ്റൊരാൾക്കാരുടെ കീഴിൽ പ്രവാസികളായിട്ട് ജീവിക്കേണ്ടി വരിക. ഈ അവസ്ഥകൾ നല്ലതായിരുന്നോ? സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇതെല്ലാം മോശം തന്നെയാണ്. അതായത് അധികാരമുള്ളവർ ചെയ്ത ഒപ്രഷൻ്റെ ഇരകളായിരുന്നു ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നഗോവും എല്ലാവരും. ഓക്കെ, അപ്പം ഞാൻ ഇത് മനസ്സിലാക്കി തരാം. നിങ്ങൾക്ക് 2 വേർഡ്സ് കാണിച്ചു തരാവേ. ഒന്ന് നമ്മൾ പറയുന്നതാണ് സിറ്റുവേഷണൽ ഗുഡ് എന്ന് പറയും, വേഴ്സസ് അൾട്ടിമേറ്റ് ഗുഡ്. ഇത് പറഞ്ഞു തരാം. സിറ്റുവേഷണൽ ഗുഡ് വേഴ്സസ് അൾട്ടിമേറ്റ് ഗുഡ്. ഒന്ന് പറഞ്ഞേ, സിറ്റുവേഷണൽ ഗുഡ് വേഴ്സസ് അൾട്ടിമേറ്റ് ഗുഡ്. ഇതെന്താന്ന് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഒരു പെർട്ടിക്കുലർ സാഹചര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കുമ്പം ആ ഒരു കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചു, ഇത് ഭയങ്കര മോശമായിപ്പോയി. അങ്ങനെ നോക്കുവാണെങ്കിൽ ഡാനിയലിൻ്റെയും കൂട്ടരുടെയും എല്ലാ സിറ്റുവേഷൻസും ബാഡായിരുന്നു അല്ലേ. സിറ്റുവേഷണൽ ഗുഡ് ഇല്ലായിരുന്നു അവർക്ക്. പല കാര്യങ്ങളും മോശമാണ് സംഭവിച്ചത്. പക്ഷേ അൾട്ടിമേറ്റ് ഗുഡിനെ കുറിച്ചാണ് റോമർ 8:28 നമ്മൾ വായിച്ചത്. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ മോശം കാര്യങ്ങൾ സംഭവിച്ചതുപോലും ദൈവത്തിനത്
മോശം കാര്യങ്ങൾ ദൈവം ചെയ്തു എന്നുള്ളതല്ല. ഈവിൾ ഈസ് ഈവിൾ. ഞാൻ പറഞ്ഞു അല്ലേ, ഈ ലോകത്തിൽ ഇവിടെ പാപമുള്ളിടത്തോളം കാലം ഇവിടെ അബ്യൂസ് ഉണ്ട്, ഒപ്രഷൻ ഉണ്ട്, ചതിയുണ്ട്, കൊലപാതകമുണ്ട് അല്ലേ, അന്യോന്യം ദ്രോഹിക്കുന്നതുണ്ട്, പിടിച്ചുപറിയുണ്ട്, എല്ലാം സംഭവിക്കുന്ന ഈ ലോകത്തിലും ജീവിതത്തിൽ മോശം സംഭവിച്ചതിനെ പോലും നല്ലതാക്കാൻ ദൈവത്തിന് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ സിറ്റുവേഷണൽ ഗുഡിൻ്റെ സിറ്റുവേഷണൽ ഗുഡ് അല്ലായിരുന്നു ഈ അല്ലേ, അവരുടെ ആ സാഹചര്യങ്ങൾ നോക്കിയാൽ ഈ പയ്യന്മാരൊന്നും നല്ല സാഹചര്യത്തിലല്ലായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പം നമ്മുടെ ജീവിതത്തിലും ചിലപ്പം ചില സാഹചര്യങ്ങളിൽ കൂടെ പോകുമ്പോൾ എൻ്റെ ദൈവമേ എന്തിനായി മോശം സിറ്റുവേഷൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, കർത്താവിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കാനേ കർത്താവ് പറയുകയുള്ളൂ. ഒരു പക്ഷേ കർത്താവ് ആ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് കർത്താവ് അനുഭവിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അന്യായത്തിൻ്റെ മേൽ അന്യായമല്ലേ സംഭവിച്ചത്? രാത്രിയിൽ വന്ന് അറസ്റ്റ് ചെയ്യപ്പെടുക, പ്രോപ്പറായിട്ടുള്ളൊരു ന്യായവിസ്താരം കിട്ടാതിരിക്കുക, അന്യായമായി ക്രൂശിക്കപ്പെടുക അല്ലെ, ഏറ്റവും നിന്ദിക്കപ്പെട്ട രീതിയിൽ ക്രൂശിക്കപ്പെട്ടെങ്കിലും ദൈവം അൾട്ടിമേറ്റ്ലി അവസാനം അത് മനുഷ്യരുടെ മുഴുവൻ നന്മയ്ക്കായിട്ട് മാറ്റിയെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത് ഇതാണ്: ഒരു പക്ഷെ നമ്മുടെ സിറ്റുവേഷൻസ് മോശമായിരിക്കാം, പക്ഷെ ദൈവം അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന കർത്താവാകുന്നു. ഞാൻ ഒരു വേഴ്സ് നിങ്ങളെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് കേൾപ്പിക്കാവേ. റോമർ 8:28 ഉണ്ടല്ലോ, എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നല്ലതായിരിക്കുമെന്നല്ല പറയുന്നത്, പക്ഷേ ഇറ്റ് പോയിന്റ്സ് ടുവേർഡ്സ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. ആ വേഴ്സ് ഒന്ന് ഇടാവും മോളെ. ദ വേഴ്സ് ഡസ് നോട്ട് ആർഗ്യൂ. ഈ റോമർ 8:28 does not argue for the goodness of all things. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരാൾ നമ്മളെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നല്ലതല്ലായിരുന്നു. ജീവിതത്തിലൊരു ട്രാജഡി സംഭവിച്ചത് അത് നല്ലതല്ലായിരുന്നു, അത് മോശം തന്നെയായിരുന്നു. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആർഗ്യൂയിങ് ഫോർ ദ ഗുഡ്നെസ് ഓഫ് ഓൾ തിങ്സ് ബട്ട് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. ദൈവം നല്ലവനായതുകൊണ്ട് സകലതും മോശം സംഭവിച്ചാൽ പോലും അത് നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കും. ഡാനിയേലിൻ്റെയൊക്കെ ജീവിതത്തിലോട്ടൊന്ന് തിരിച്ചു വന്നേ. നമുക്കറിയാം ശദ്രക്, മേശക്, അബേദ്നെഗോ ജീവിതത്തിൽ ഒരു സാഹചര്യത്തിൽ ആ കൊട്ടാരത്തിൽ അവർ എരിയുന്ന തീച്ചൂളയ്ക്ക് മുമ്പിൽ നിൽക്കേണ്ടി വന്നു അല്ലേ. അത് ഏറ്റവും മോശമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു അല്ലേ. അതായത് ഇവർ ആ സ്റ്റാച്യൂനെ വണങ്ങിയില്ലെങ്കിൽ ഇവരെ ഈ തീച്ചൂളയിലോട്ട് ഇടുമെന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അവർ ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ വിശ്വാസം പറയാണ്, ഞങ്ങളെ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞ് ഇവരെ എന്ത് ചെയ്തു? അവരെ ആ എരിയുന്ന തീച്ചൂളയിലോട്ട് ഇട്ടെങ്കിലും ദൈവം അവർക്ക് വിടുതലിൻ്റെ കരവുമായിട്ട് വന്നു. ഇതുപോലെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡാനിയേലിനെ ഒരിക്കൽ സിംഹത്തിൻ്റെ കുഴിയിലിട്ടത് നമുക്കറിയാം അല്ലേ. അതൊരു ഏറ്റവും ട്രാജഡി പോലത്തെ ഒരു സംഭവമാണ് ഡാനിയേലിൻ്റെ ജീവിതത്തിൽ. നമുക്ക് ഇന്ന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം അവനെ വിടുവിച്ചു എന്നുള്ളത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലൊരു സിംഹക്കുഴിയിലോട്ട് വീഴുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ആദി പിടിക്കും. എൻ്റെ ദൈവമേ, നീ ഇത് കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു എരിയുന്ന തീച്ചൂള? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒറ്റപ്പെട്ട അവസ്ഥ? എന്തിനാ എല്ലാവരും കൂടെ എന്നെ തള്ളി ഈ കുഴിയിലിട്ടേക്കുന്നത്? വി സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് ഗോഡ് അല്ലേ, മോശം കാര്യങ്ങൾ വരുമ്പോൾ. പക്ഷേ ഈ പ്രോമിസ് ഓർക്കുക. അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും, കോട്സിൽ ഓൾ തിങ്സ് വർക്ക് ടുഗെദർ ഫോർ ഗുഡ്. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, അതൊരു ഡിവൈൻ പ്രോമിസ്, ദൈവമാണ് നമുക്ക് ഈ വാഗ്ദത്തം തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം. ആൻഡ് ഇറ്റ്സ് എ റോക്ക് സോളിഡ് പ്രോമിസ്, അത് പാറ പോലെ ഉറച്ച ഒരു വാഗ്ദത്തമാണ്. മൂന്നാമത്തെ കാര്യം, ഇറ്റ്സ് എ ഡൈനമിക് പ്രോസസ്. ഇറ്റ്സ് എ ഡൈനമിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നു ഓൾ തിങ്സ് വർക്ക് ടുഗെദർ ഫോർ ഗോഡ് ഗുഡ് എന്നാണ് പറയുന്നത് അല്ലേ. ഓൾ തിങ്സ് വർക്ക് ടുഗെദർ ഫോർ ഗുഡ്, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ചില സിറ്റുവേഷനിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ? എത്ര നാളായി ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ചിലപ്പോൾ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, എത്ര നാളായിട്ട് പ്രാർത്ഥിക്കുന്നതാ, ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. അപ്പം നമുക്ക് എന്താ തോന്നുന്നതെന്നറിയാവോ? ഈ പ്രശ്നത്തിലൊന്നും ആരും ഇടപെടുന്നില്ല, ഭയങ്കര സ്റ്റാറ്റിക്കായി ജീവിതം ഇങ്ങനെ സ്റ്റക്ക്
സ്റ്റക്കായ പോലെ തോന്നുന്ന ഒരവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ വരാറുണ്ട്. പക്ഷേ ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റിക്. അതവിടെ സ്റ്റക്കായി നിൽക്കുവല്ല, ഇറ്റ്സ് എ ഡൈനമിക് പ്രോമിസ്. നമ്മൾ അറിയുന്നില്ല, പക്ഷേ ഈ സംഭവങ്ങളുടെ ഒക്കെ പുറകിൽ നന്മയ്ക്കായിട്ട് മാറ്റുവാൻ ദൈവത്തിൻ്റെ വിരലുകൾ ചലിക്കുന്നുണ്ടെന്നാണ് നമ്മളെ ഈ വചനം ഓർപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുരന്തങ്ങളോ വേദനകളോ കണ്ണുനീരോ കുറേ നാളുകളായിട്ട് നമ്മൾ കടന്നു പോകുന്ന ഈ സിറ്റുവേഷൻ ഒന്നും ഒരു നല്ല സിറ്റുവേഷനായിട്ട് നമുക്ക് തോന്നത്തുമില്ല. അത് അങ്ങനെ അല്ലതാനും. പക്ഷെ അതിനെയും നന്മയ്ക്കായിട്ട് ആക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ ലൈഫിലെ സംഭവിച്ച ഓരോ എപ്പിസോഡ്സ്, അല്ലേ, നമുക്ക് സീരിയൽസിനൊക്കെ എപ്പിസോഡ്സ് ഉണ്ട്. ചില സംഭവങ്ങൾ മാത്രം നമ്മൾ ഒറ്റയ്ക്കാക്കി വെച്ച് നോക്കുമായിരുന്നെങ്കിൽ ചീത്തയായിരുന്നത്. തിരിഞ്ഞു നോക്കുക, എന്തിനാ അങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു, അത് ദൈവമല്ല അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മോശം തീരുമാനം കൊണ്ടോ മറ്റുള്ളവർ ചെയ്ത ദ്രോഹം കൊണ്ടോ ഒക്കെ അങ്ങനെ സംഭവിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ആ മോശം കാര്യത്തെ നന്മയ്ക്കായിട്ട് മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചില സമയത്ത് ചോദിച്ചു, ദൈവമേ നീ ഉണ്ടോ? ഇസ്രായേൽ ജനം 400 വർഷം അടിമകളായിട്ട് കടന്നു, അല്ലേ, ഈജിപ്തിൽ. അടിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്രൈം ജനതയുടെ അടിമകളാണ്. കൂലിയില്ല, പണിയെടുത്താൽ മാത്രം മതി. എല്ലാ ദിവസവും അവധിയില്ലാതെ, അല്ലേ, ഈജിപ്ഷ്യൻ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. പ്രോപ്പറായിട്ട് അതിനുള്ള വസ്തുക്കൾ പോലും കൊടുക്കാതെ അവരെ അടിമ പണി ചെയ്യിക്കുന്ന സമയത്ത് ഇവരുടെ നിലവിളിക്കാൻ തുടങ്ങി. ജനതകളെ ഒപ്രസ്ഡ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഒപ്രഷൻസ്. ഇവരുടെ നിലവിളി ആരും കേൾക്കുന്നില്ലെന്ന് വിചാരിച്ചപ്പം നമ്മൾ എക്സോഡസിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, പുറപ്പാട് പുസ്തകത്തിൽ അവരുടെ നിലവിളി ദൈവം കേട്ടു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഒരു വ്യക്തിയെ ദൈവം അതിനുവേണ്ടി എഴുന്നേൽപ്പിച്ചു, മോശ, അല്ലേ. മോശ എന്ന ഒരു മനുഷ്യനെ കൊണ്ടാണ് ഏകദേശം 40 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനതയെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ ഈ മോശയെക്കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് നിങ്ങളോട് പറയുകയാണ്. മോശ വലിയ അച്ചീവ്മെൻ്റ് ആണ് ചെയ്തത്. അതായത് ഏറ്റവും ശക്തമായിട്ടുള്ള മിസ്രൈം സാമ്രാജ്യത്തിൽ നിന്ന് 40 ലക്ഷം അടിമകളെ ഇറക്കിക്കൊണ്ടുവന്ന മനുഷ്യൻ, അല്ലേ. യഹൂദ ജനതയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച സംഭവമാണത്, എക്സഡസ്, അല്ലേ. പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ എപ്പിസോഡ്സ്, മോശ, അല്ലേ, അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. മോശ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, മോശ ജനിച്ച സമയം ശരിയല്ലായിരുന്നു, മോശ ജനിച്ച സാഹചര്യം ശരിയല്ലായിരുന്നു. മോശ ജനിച്ചത് എങ്ങോട്ടാ? അടിമകളുടെ നടുവിലോട്ടാണ് ജനിക്കുന്നത്. പക്ഷെ അതിലും വലിയൊരു പ്രശ്നം, മോശ ജനിച്ച സമയത്ത് ഫറവോ രാജാവ് ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ ജനം ശക്തി പ്രാപിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഫറവോൻ രാജാവ് പറഞ്ഞത് ഇതായിരുന്നു, ജനിക്കുന്ന ആൺകുഞ്ഞാണെങ്കിൽ എങ്ങോട്ട് എറിഞ്ഞു കളയണം? നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നു കളയണമെന്നുള്ള ഫറവോ ചക്രവർത്തിയുടെ കൽപ്പനയുള്ള സമയത്താണ് മോശ ജനിക്കുന്നത്. ഞാനിതാ പറഞ്ഞത്, ലൈഫിൻ്റെ ഓരോ എപ്പിസോഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പം മോശമായിരിക്കും. ജനിച്ച സമയമേ മോശമായിരുന്നു മോശയുടെ. ഓക്കെ, ജനിച്ച സമയം ഏതാ? നൈൽ നദിയിൽ എറിഞ്ഞു കളയണം. 3 മാസം അപ്പനും അമ്മയും കൂടെ ഒളിപ്പിച്ചു വെച്ചു ഈ കുഞ്ഞിനെ. പക്ഷെ പിന്നെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റാതായ സാഹചര്യം. ഞാൻ വിചാരിക്കും, ഇതിൻ്റെ ഇടയിൽ എത്ര ആൺകുഞ്ഞുങ്ങൾ ആ നൈൽ നദിയിൽ ഒഴുകിപ്പോയിട്ടുണ്ടല്ലേ. ഇവർ ഒരു ഞാങ്ങണ പെട്ടകത്തിലാക്കി നൈൽ നദിയിൽ ഇടയ്ക്ക് ഞങ്ങളുടെ ഇടയിൽ കൊണ്ടുവച്ചു, അല്ലേ. ഞാൻ വിചാരിക്കും, ആ പേരൻസിൻ്റെ ജീവിതത്തിൽ എന്തോരം വേദനിപ്പിക്കാം. ആ മക്കളെ ഉപേക്ഷിക്കുന്ന പേരൻസ് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ സ്നേഹിച്ചിട്ട് വളർത്തിക്കൊതി തീരാതെ കൊണ്ട നദിയിൽ നിയമം കാരണം ഉപേക്ഷിക്കേണ്ടി വന്ന അമ്രാമും യൊക്കെബേദും മോശയുടെ പേരൻസാണ്. അവർ കൊണ്ടുവച്ചല്ലേ. ആ സിറ്റുവേഷൻ ഒന്ന് എത്ര വേദനിപ്പിക്കുന്ന. പക്ഷേ അടുത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ നൈൽ നദിയിൽ കുളിക്കാൻ അന്നത്തെ ഫറവോയുടെ മകള് വരുന്നു, മോശയെ കാണുന്നു, പെട്ടകത്തിൻ്റെ അകത്തിരിക്കുന്ന ആ കുട്ടിയെ എടുക്കുന്നു. ഫറവോൻ്റെ പുത്രി അവൾക്കൊരു ഈ കുഞ്ഞിനൊരു പേരിട്ടു. എന്താ പേരിട്ട്? മോശ. ആ പേരിൻ്റെ അർത്ഥം നമുക്കറിയാം, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ. പറഞ്ഞേ,
ഫറവോന്റെ പുത്രിയാണ് ആ പേരിട്ടത്. വെള്ളത്തിൽ നിന്ന് ഞാൻ വലിച്ചെടുത്തത് കൊണ്ട് മോശ എന്ന് പേരിടുക എന്ന് പറഞ്ഞ് ഫറവോന്റെ പുത്രി ആരാണോ ആ നിയമം പുറപ്പെടുവിച്ച് അയാളുടെ പുത്രി തന്നെ ഈ മോശയെ എടുത്തിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോയി തൻ്റെ പുത്രനായിട്ട് വളർത്തുകയാണ്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാവുന്ന പോലെ മോശയുടെ സഹോദരി മിര്യാം ചെന്ന് അവരോട് പറഞ്ഞു, ഈ കൊച്ചിന് പാല് കൊടുക്കാൻ ഒരു എബ്രായ സ്ത്രീയെ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് മോശയുടെ അമ്മയെ കൊണ്ട് തന്നെ പാല് കൊടുപ്പിക്കാൻ കൊട്ടാരത്തിലോട്ട് കൊണ്ടുവരുമായിരുന്നു. നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സ്വന്തം അമ്മയും അപ്പനും ജീവിച്ചിരുന്നിട്ടും തൊട്ടടുത്തുണ്ടായിട്ടും അവരാൽ വളർത്തപ്പെടാൻ, അപ്പം ചിന്തിക്കും കൊട്ടാരത്തിലാണല്ലോ വളർത്തുന്നത്, പക്ഷെ അപ്പനും അമ്മയ്ക്കും തുല്യമാകില്ലല്ലോ ഒന്നും. മാറി താമസിക്കേണ്ടി വന്ന മോശ അല്ലേ, അവിടെയാണ് വളർന്നത് അല്ലേ. അപ്പൻ്റെ അമ്മയുടെയും അതിൽ വളരാനുള്ള ഭാഗ്യം മോശയ്ക്ക് കിട്ടിയില്ല. അമ്മ പാല് കൊടുത്തു എന്നുള്ളത് ശരി തന്നെ. ഓക്കെ, വളർന്നു. അവിടെ 40 വയസ്സ് വരെ എങ്ങനെയാ ഒരു രാജകുമാരനെ പോലെ എല്ലാ വിദ്യകളും അഭ്യസിച്ച് ട്രെയിൻഡായി മോശ അവിടെ വളർന്നു. പക്ഷെ 40-ാമത്തെ വയസ്സിൽ മോശയ്ക്ക് ഒരു സംഭവം ഉണ്ടായി, ഒരു ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം. മോശ നടന്നു പോകുമ്പോൾ ഒരു ഇസ്രായേലിനെ ഒരു മിസ്രൈമിനെ ഉപദ്രവിക്കുന്ന കണ്ടപ്പം ആ മിസ്രൈമിനെ അടിച്ചു കൊന്നുപോയി, ആ രക്തം തിളച്ചുപോയി. മോശ എബ്രായനാണെന്നുള്ളത് അറിയാതെ ചെയ്തു പോയി. അയാളെ കുഴിച്ചു മൂടുകയും ചെയ്തു. പക്ഷെ ഫറവോൻ കൽപ്പനയിട്ടു, മോശയെ വെച്ചേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ 40 വയസ്സ് വരെ കൊട്ടാരത്തിൽ ജീവിച്ച മോശ പിന്നെ ഒരു ഓട്ടമായിരുന്നു ജീവിതത്തിൽ. പിന്നെ അടുത്ത 40 വർഷം ഒരു ഇടയനായിട്ട് നമുക്കറിയാവുന്ന മരുഭൂമിയിൽ താമസിക്കാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ 40 വർഷം ഇടയനായിട്ട് മരുഭൂമിയിൽ താമസിക്കുമ്പോൾ ചിലപ്പോഴൊക്കെയെങ്കിലും മോശയുടെ മനസ്സിൽ ചില ചിന്തകൾ വന്നിട്ടുണ്ടാവില്ലേ? എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിച്ചത്? ജനിച്ചപ്പോൾ തന്നെ നൈൽ നദിയിലോട്ട് വലിച്ചെറിഞ്ഞു, ഫറവോൻ്റെ പുത്രിയായിട്ട് വളർന്നു അല്ലേ. പക്ഷേ അവിടെ നിന്നും ഓടിപ്പോകേണ്ട, ആ നാട്ടിൽ നിന്നും ഓടിപ്പോയി ഇപ്പോൾ ഒരു മരുഭൂമിയിൽ ഇടയനായിട്ട് ജീവിക്കുക അല്ലേ. എന്തോരം ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു, അതും വളരെ നീണ്ട കാലഘട്ടം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്ര നിരാശയിലോട്ട് പോകാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഇൻഡിവിജ്വൽ എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതാ. പക്ഷേ നമ്മൾ ആ വാക്യവും വെച്ച് ഇതൊന്ന് ചേർത്ത് വായിച്ചു നോക്കിക്കേ. 40 വർഷം കൊട്ടാരത്തിൽ മോശ വളർന്നല്ലേ. അതുകൊണ്ട് എന്ത് നന്മയാണ് ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കുക. ലക്ഷക്കണക്കിന് വരുന്ന അടിമകളെ വിട്ടയക്കാൻ വേണ്ടി ഫറവോനോട് സംസാരിക്കാൻ അതിന് തക്ക വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും ഉള്ള ഒരാൾ വേണ്ടേ? അതിന് ഈ അടിമകളുടെ ഇടയിൽ അങ്ങനെ ഒരാൾ എവിടെ നിന്ന് വരാനാ? ദൈവം ആ കൊട്ടാരത്തിൽ വളർന്ന ആ സാഹചര്യത്തെ ഒരു നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ്. ഫറവോനോട് ചെന്ന് സംസാരിക്കാൻ മോശയ്ക്കുള്ള സ്കില്ല് കിട്ടിയത് ആ 40 വർഷം കൊട്ടാരത്തിൽ വളർന്നതുകൊണ്ടാണ്. ഇനിയും അടുത്ത 40 വർഷം മരുഭൂമി കടന്നുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ 80-ാമത്തെ വയസ്സിൽ തന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ 40 വർഷം മരുഭൂമിയിൽ നടത്താൻ ഈ ഒരു ലീഡറിന് സാധിച്ചെങ്കിൽ അതും ഈ 40 വർഷത്തെ മരുഭൂമി ട്രെയിനിങ്ങുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ തോന്നുന്നുണ്ടോ? അതെ, തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ വേസ്റ്റ് ആയല്ലോ ദൈവമേ, ഇത്രയും വർഷം എൻ്റെ സമയം ദൂരം പോയി, ഇതുകൊണ്ട് എന്ത് പ്രയോജനമായിരുന്നു ജീവിതത്തിലുണ്ടായെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ഇന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. നമ്മൾ വിചാരിക്കും അതൊക്കെ നഷ്ടപ്പെട്ട വർഷങ്ങളായിരുന്നു, നഷ്ടപ്പെട്ട എക്സ്പീരിയൻസുകളായിരുന്നു എന്ന്. ഇനി എന്ത് ഗുണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, സകലതും നമ്മുടെ ജീവിതത്തിലെ നന്മയ്ക്കായിട്ട്, ഇതെല്ലാം നന്മയ്ക്കായിട്ട് തിരിഞ്ഞു നോക്കുമ്പം അത് പറയുവാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരു ടേം ഉണ്ട്, ഞാൻ പറഞ്ഞു അൾട്ടിമേറ്റ് ഗുഡ്, അല്ലെങ്കിൽ നമുക്ക് ബിഗ് പിക്ചർ ഗുഡ് എന്ന് പറയും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇപ്പം നടക്കുന്ന സംഭവങ്ങളാണ് കാണുന്നത്, ഇതിലെ നന്മ ഇതിലെ തിന്മ അതേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് അത് പ്രോപ്പറായിട്ട് വീവ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഭംഗിയുള്ളതാക്കി തീർക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഏറ്റവും തകർന്നതെന്ന് മനുഷ്യന് തോന്നിയതിനെ പോലും. ഇവിടെ
സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിലാണ് അപ്പോസ്തലൻ എഴുതിയേക്കുന്നത്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ടേമാണ്, ഗ്രീക്ക് വേർഡാണ് സിനർഗിയോ. സുനർഗവോ. ഓക്കെ, സുനർഗവോ. അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ സിനർജിസം എന്ന ടേം വരുന്നത്. സിനർജിസം. ഓക്കെ, കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഈ ടേം ഫെമിലിയർ ആയിരിക്കാം. സിനർജിസം എന്ന് പറഞ്ഞാൽ working together of various elements to produce an effect that is greater than and often completely from the sum of each elements if they were acting separately. അതായത് കെമിസ്ട്രിയിലൊക്കെ രണ്ട് എലമെൻറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനുള്ള പ്രോപ്പർട്ടീസിൽ നിന്നും ടോട്ടലി ഡിഫറെൻറ്റോ അല്ലെങ്കിൽ അതിലും നല്ലൊരു ഇഫക്റ്റോ ഇത് രണ്ടും കൂടെ ചേർന്ന് വന്നാൽ ഉണ്ടാകും. ഞാനതൊരു എക്സാമ്പിളിൽ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഡിഗ്രിക്ക് കെമിസ്ട്രി ആയിരുന്നു, സോ എനിക്കത് ഇഷ്ടമാണ്. കെമിസ്ട്രിയിൽ ഇങ്ങനെ പറയും, സോഡിയം അതൊരു എലമെൻ്റ് അല്ലേ. സോഡിയം എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോഡിയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോഡിയം വെള്ളത്തിലിട്ടാൽ അത് എക്സ്പ്ലോഡ് ചെയ്യും. ടേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ടേസ്റ്റ് ചെയ്യരുത്. സോഡിയം നിങ്ങൾ ടേസ്റ്റ് ചെയ്യരുത്, ഇറ്റ്സ് ഡേഞ്ചറസ്. വേറൊരെണ്ണമാണ് ക്ലോറിൻ ഒരു ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് ആണ്, ആൻഡ് ഇറ്റ്സ് പോയ്സണസ്. അത് നല്ലതല്ല അത് ശ്വസിക്കുന്നത്. പക്ഷേ സിനർജിസം പ്രോപ്പർട്ടിയിൽ വെച്ചിട്ട് നോക്കിയാൽ ഈ രണ്ട് എലിമെൻറ്റ്സ് ഇല്ല, സോഡിയവും ക്ലോറിനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ യു ഗെറ്റ് സോഡിയം ക്ലോറൈഡ്. എന്താണെന്നറിയാമോ? സോഡിയവും ക്ലോറിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്കത് വായിൽ വെക്കാൻ കൊള്ളത്തില്ല, ഒന്നും എഡിബിൾ അല്ല. പക്ഷെ രണ്ടും കൂടെ ചേർന്നാൽ സോഡിയം ക്ലോറൈഡ് ആകും. ഓക്കെ, അത് നമ്മളെല്ലാവരും നമ്മുടെ തീന്മേശയിൽ വെക്കാറുണ്ട്. എന്താ അത്? സ്റ്റേബിൾ സോൾട്ട്, ഉപ്പ അല്ലേ. നോക്കിയാൽ സോഡിയം ക്ലോറിനെ സെപ്പറേറ്റ് നോക്കിയാൽ അത് രണ്ടും കൊള്ളത്തില്ല നമുക്ക് വായിലോട്ട് വെക്കാൻ. പക്ഷെ ടേബിൾ സോൾട്ട് ഇല്ലാതെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്, അല്ലേ. അത് നമുക്ക് അത്യാവശ്യം, അത് വേണം അല്ലേ. ഒരു ടേസ്റ്റും ഇല്ല പിന്നെ ജീവിതത്തിൽ. ഇതുപോലെ ഈ ടേം വന്നത് സിനർഗോ എന്ന് പറയുന്ന ഗ്രീക്ക് ടേമിൽ നിന്നാന്ന് പറഞ്ഞത്, സിനർജിസം. അതായത് രണ്ട് എലമെൻറ്റ്സ് സെപ്പറേറ്റ് ഇരിക്കുമ്പം നമുക്ക് അത്ര ഗുണം തോന്നത്തില്ല, പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ചായി കഴിയുമ്പോഴത്തേക്ക് അതൊരു നല്ല എഫക്റ്റ് കൊണ്ടുവരുന്നു. ഓക്കെ, നമ്മുടെ ജീവിതത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പിസോഡ്സ് തിരിച്ച് നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ ഇതെന്തിനാ സംഭവിച്ചത്, എന്തൊരു കഷ്ടമായിരുന്നു അതുണ്ടായത്, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴുണ്ടല്ലോ അത് പക്ഷെ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. നമുക്ക് ദൈവം അതിൽ കൂടെ എന്താ പ്രവർത്തിച്ചോന്ന് മനസ്സിലാകും. എനിക്കിത് പറയുമ്പം ഒരാളെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. യോസഫ്, നമുക്കറിയാവുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലേ, ഒരു ഈജിപ്ഷ്യൻ മിസ്രൈമിലെ ഒരു ജയിലിൽ ഈ യൗവനക്കാരൻ വർഷങ്ങൾ കടക്കുമ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങളൊന്ന് എപ്പിസോഡ് വൈസ് ഒന്ന് നോക്കിക്കേ. സഹോദരന്മാർ വെറുത്തിട്ട് കൊല്ലാൻ പ്ലാൻ ചെയ്തു. ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. ഇദ്ദേഹത്തെ കൊല്ലാൻ പ്ലാൻ ചെയ്ത് ഈ കൊച്ചു പയ്യനെ, ഭക്ഷണവുമായിട്ട് വന്ന പയ്യനെ പൊട്ടക്കിണറ്റിൽ ഇട്ട് കളഞ്ഞു. പൊട്ടക്കിണറ്റിൽ ഇടുക മാത്രമല്ല, അവിടെ നിന്നെടുത്ത് അപ്പനെ മറച്ചുകൊണ്ട് ഈ മിസ്രൈമെ കച്ചവടക്കാർക്ക് വിറ്റു. അന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോഹം അത്, വിറ്റ് കളയുക എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മനുഷ്യനെ ഒരു വസ്തു ആക്കുന്ന പോലെ, ഒരു പ്രോപ്പർട്ടി ആക്കുന്ന പോലെ വിറ്റ് കളഞ്ഞു. പിന്നെന്താ പറയുന്ന, ഒരു മനുഷ്യനെന്ന അവകാശമില്ല. പോത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നു, പോത്തിഫറിന് ഇഷ്ടം തോന്നി, നല്ല പൊസിഷനിൽ വന്നു. പക്ഷെ അവിടെയും ഒരു വലിയ ദുരന്തം. പോത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടം തോന്നുന്നു, ഇവനെ അബ്യൂസ് ചെയ്യാൻ നോക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നീതിയോടെ നിന്നതിൻ്റെ പേരിൽ ഈ കുണ്ടറ വന്ന് വീഴുന്നു. എന്താ പ്രത്യേകിച്ച് നന്മ? ഞാൻ പറയും, ഈ 10-12 വർഷമൊക്കെ ഇങ്ങനെ ജയിലിൽ കിടക്കുമ്പം യോസഫിൻ്റെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഉണ്ടല്ലോ ഈ ട്രാജഡികൾ, ദുരന്തങ്ങൾ, ചീത്ത എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ചിലപ്പം കയ്പും വൈരാഗ്യവും നമ്മളോട് ദ്രോഹം ചെയ്തവരോടൊക്കെ കൂടുതൽ ദേഷ്യമുണ്ടാകാനും നമ്മുടെ മനസ്സ് ചീത്തയാകാനുമാണ് സാധ്യത കൂടുതൽ, അല്ലേ. നമുക്കിങ്ങനെ ഓർക്കുമ്പോൾ അവർ കാരണമാണല്ലോ, എൻ്റെ അപ്പൻ കാരണമാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ കാരണമാണല്ലോ, എൻ്റെ ആ ഫ്രണ്ട് കാരണമാണല്ലോ. ആ ഒരു വൈരാഗ്യം ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, യോസഫിനെ പോലെ ആകാൻ പറ്റത്തില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. തോറ ലഭിക്കുന്നതിന് മുമ്പും
ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് പ്രാക്ടീസ് ചെയ്തൊരു മനുഷ്യനാണ് ഈ യോസഫ്. യോസഫ് ജയിലിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു, ഇസ്രയേലിൻ്റെ പ്രൈം മിനിസ്റ്ററായി. നമുക്ക് ആ സ്റ്റോറി അറിയാം. സാഹചര്യങ്ങൾ തിരിഞ്ഞു വന്നപ്പോൾ തന്നെ ഒരു കാലത്ത് കൊല്ലാൻ നോക്കിയ അതേ സഹോദരന്മാർ ഒരു പിടി അരിക്കായിട്ട് പ്രധാനമന്ത്രിയായ യോസഫിൻ്റെ മുമ്പിൽ കയ്യും നീട്ടി നിൽക്കുമ്പം അവരുടെ തല വെട്ടിക്കളയാൻ യോസഫിന് ഈസിയായിരുന്നു അല്ലേ? പക്ഷെ യോസഫ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉൽപ്പത്തി 50-ാം അധ്യായം 20-ാം വാക്യം. ഈ നമ്മൾ പറഞ്ഞ മെസ്സേജ് ഉണ്ടല്ലോ, ഫുൾ ആ സെൻറ്റൻസിലുണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. കുറേ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ അവർ ചെയ്തത്, ദ്രോഹത്തിൻ്റെ അങ്ങേയറ്റമാണ് സഹോദരന്മാർ ചെയ്തത് അല്ലേ? പൊട്ടക്കിണറ്റിൽ തള്ളിക്കളയുക, സ്വന്തം സഹോദരനെ കൊല്ലാൻ വിടുക, ബീറ്റ് കളയുക അല്ലേ? പറയാം, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. യോസെഫ് അത് വേറൊരു ആംഗിൾ ചിന്തിക്കാം. നിങ്ങൾ അങ്ങനെ ചെയ്തത് കാരണം ഞാൻ ആ കുഴി വീണു, പിന്നെ ജയിലിൽ വന്നു, പിന്നെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വന്നു, ഇപ്പം പ്രധാനമന്ത്രിയായി. ഞാൻ വലിയ ആളായെന്ന് പറഞ്ഞ് പൊങ്ങച്ചം പറയുകയല്ല, പക്ഷേ ഒരു കൂട്ടം ജനതയ്ക്ക് ക്ഷാമം വരുമ്പം ഭക്ഷണം നൽകാൻ വേണ്ടി ആ പൊസിഷനിൽ നിർത്തുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ദൈവം ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അത് ആർക്കാ മനസ്സിലാകുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. ഒരുപക്ഷെ എല്ലാവർക്കും ഇതേ ആംഗിളിൽ കാണാൻ പറ്റുന്ന വരത്തില്ല. പക്ഷെ ഒരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഒരു പക്ഷേ ഈ കുണ്ടറയുടെ അനുഭവമോ പൊട്ടക്കിണറ്റിൻ്റെ അനുഭവമോ ഭയങ്കര സ്റ്റാറ്റിക്കായിട്ട് ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നിൽക്കുന്നത് പോലെ ദൈവം എന്താ എന്നെ ഈ സിറ്റുവേഷനിൽ നിന്ന് ഒരു വിടുതൽ തരാത്തെന്നൊക്കെ ഉള്ള ചിന്തകളുമായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ മറികടക്കും? ഈ വാക്യം ഓർക്കുക. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, എൻ്റെ കൂടെ പറഞ്ഞേ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. പക്ഷെ എങ്ങനെ നമ്മൾ ഈ സിറ്റുവേഷനെ മറികടക്കും? ഞാൻ ചില പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഫസ്റ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തെ ആശ്രയിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിവൈൻ പ്രോമിസ് ആണിത്. നമുക്ക് കൈ പിടിക്കാൻ പറ്റിയ കയ്യാ. മറ്റാരെക്കാളും നമുക്ക് വിശ്വസിക്കാം. എൻ്റെ കർത്താവ് ഈ സാഹചര്യം കൊണ്ട് ദോഷം സംഭവിപ്പിക്കത്തില്ല, ഇതും നന്മയ്ക്കായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, മോശം സാഹചര്യത്തിൽ മോശം തന്നെയാണ്, പക്ഷെ ഇതിനെയും ഒരു നന്മയ്ക്കായിട്ട് ദൈവം കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. രണ്ടാമത്, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഏറ്റവും നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത് ഭയമാണ്. എന്ത് ചെയ്യും ഉള്ള ഭയം അല്ലേ? ബട്ട് മൂവ് ഫ്രം ഫിയർ ടു ഫെയ്ത്ത്. ആ ഭയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അതെങ്ങനെ സാധിക്കുള്ളൂ? ദൈവത്തിലുള്ള വിശ്വാസത്താലേ സാധിക്കുള്ളൂ. മൂവ് ഫ്രം ദെയർ ടു ദെയർ, ഫിയർ ടു ഫെയ്ത്ത്. ആ ഭയത്തിൽ നിന്ന് ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ ആശ്രയിക്കുക. മൂന്നാമതായിട്ട്, തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇൻ എവ്രിതിങ് ഗിവ് താങ്ക്സ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, സാഹചര്യം മോശമാവും. ഇത് പഠിപ്പിക്കുക മാത്രമല്ല, ഫിലിപ്പിയിലെ ജയിലിൽ കാലാമത്തിലിട്ട് തല്ലും കൊണ്ട് കിടക്കുമ്പം രാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്തവരാ. ഇൻ എവ്രിതിങ് ഗിവ് താങ്ക്സ്. ഈ ഒരു സാഹചര്യത്തിനും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റുമെന്ന് തിരിച്ചറിയുക. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പറയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഗോഡ് ബ്ലെസ് യു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും
എല്ലാവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും എൻ്റെ താതൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു. എൻ്റെ താതൻ തന്നിടുമ്പോൾ എന്നെ അവൻ എഴുന്നേറ്റ് പാടാം. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. വിശ്വസിക്കാമോ? എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. പ്രതികൂലങ്ങൾ ഏറിയെന്നാൽ അനുകൂലമായി യേശുവുണ്ട്. പ്രതികൂലങ്ങൾ ഏറിയെന്നാൽ അനുകൂലമായി യേശുവുണ്ട്. പതറുകില്ല, തളരുകില്ല, സ്വർഗസിയോനിൽ എത്തും വരെ. പതറുകില്ല, തളരുകില്ല, സ്വർഗസിയോനിൽ എത്തും വരെ. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു.
എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ പരിഹാസങ്ങളോ, കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ പരിഹാസങ്ങളോ, യേശുവിൻ സ്നേഹത്തിൽ നിന്നകറ്റാൻ ഇവയൊന്നിനും സാധ്യമല്ല. യേശുവിൻ സ്നേഹത്തിൽ നിന്നകറ്റാൻ ഇവയൊന്നിനും സാധ്യമല്ല. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും, നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും, എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. വിശ്വസിക്കാമോ? എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. God bless you.